എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇതാണ് പ്രോബ്ലം. അപ്പൊ ഇതിൽ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഓരോ ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന ഫുൾ കറണ്ടുകളും എന്ത് ചെയ്യണം, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ടോട്ടൽ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ടാണ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ സെക്ഷനിലേക്ക് പോകാൻ പറ്റുക. അപ്പൊ സർക്യൂട്ടിലേക്ക് നോക്കാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജംഗ്ഷൻ കാണാം. ഒരു എ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ, ബി, സി, ഡി, ഇ എന്ന് പറയുന്ന കുറച്ച് ജംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് എവിടെ നിന്ന് സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതൊരെണ്ണം എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പൊ ഇതൊരെണ്ണം, ഈ രണ്ടും സീരീസ്, ഈ രണ്ട് കോമ്പിനേഷൻ ഇതെന്താ, പാരലൽ. എന്നിട്ട് ഇത് രണ്ടും എന്തായിരിക്കും, സീരീസ് ആയിരിക്കും. അപ്പൊ ഇത് ഈ ഒരു എ ടു സി എന്ന് പറഞ്ഞ മുകളിലത്തെ ജംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സോൾവ് ചെയ്യാം. അപ്പൊ നോക്കാം, ആദ്യം നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണ്, സീരീസ് ആയിട്ടാണ്. 4 ഓമും ഫസ്റ്റ് അത് നോക്കാം, ബി ടു സി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ബി ടു സി നമുക്ക് ചെയ്യാം. അപ്പൊ 4 ഓമും 2 ഓമും തമ്മിൽ എന്താണ്, സീരീസ് ആണ്. അപ്പൊ R1 പ്ലസ് R2 അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ 4 ഓം പ്ലസ് 2 ഓം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 6 ഓം. അപ്പൊ നമുക്ക് ഈ മോഡുള്ള ജംഗ്ഷനിൽ എത്ര കിട്ടി, 6 ഓം റെസിസ്റ്റൻസ് കിട്ടി. അതുപോലെ ഇത് രണ്ടും പാരലാണ്. അപ്പൊ ഇതിന് താഴെ ഇങ്ങനെ, അപ്പൊ ഇങ്ങനെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് 6 ഓം, ഇതും എന്താണ്, 6 ഓം. അപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് ചെയ്യാം, പാരലാണ് അല്ലെ. പാരൽ ആവുന്ന സമയത്ത് ഈക്വൽ ടു R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 അല്ലെ. അപ്പൊ നമുക്ക് R1 ഇൻറ്റു R ഇൻറ്റു R ഡിവൈഡ് ബൈ R പ്ലസ് R ഈക്വൽ ടു എത്ര കിട്ടും, 36 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 3. ആൻസർ കിട്ടിയോ? ഇനി ശ്രദ്ധിക്കാം, ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇതൊന്ന് കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് രണ്ടും സെയിം വാല്യൂ ആണ് അല്ലെ. ഇത് 6 ഓം, ഇത് 6 ഓം. അപ്പൊ സെയിം വാല്യൂ പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ ഒരു വാല്യൂവിന്റെ പകുതി. അപ്പൊ 6ന്റെ പകുതി എത്രയാ, 3. അപ്പൊ നമുക്ക് ചെയ്യാതെ തന്നെ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. അതിപ്പോ ഏത് വാല്യൂ ആയാലും സെയിം വാല്യൂ പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, 2 ചെയ്താൽ മതി. ഒരു വാല്യൂവിന്റെ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇത് രണ്ട് ചെയ്തപ്പോ എത്ര കിട്ടി, 3. അപ്പൊ നോക്കിയാൽ ഇത് മൊത്തം നമ്മൾ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 3. അതായത് ബി ടു സി എന്ന് പറയുന്ന ജംഗ്ഷൻ ചെയ്തപ്പോ 3 ഓം കിട്ടി അല്ലെ. ഒരു ഫൈനൽ റെസിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് എ ടു ബി ഇതുകൂടി എന്ത് ചെയ്യാം, ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടും, ഇത് ഓൾറെഡി എത്ര ഓം, 2 ഓം. അതായത് ഈ സെക്ഷൻ ആണ് എടുത്തത്, ഇത് 2 ഓം, ഇത് 3 കൂടി നമ്മൾ ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 3 അല്ലെ. 3 ഓം കിട്ടി. ഈക്വൽ ടു എത്ര കിട്ടി, ഇത് രണ്ടും എന്താണ്, സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ R1 പ്ലസ് R2 എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. അപ്പൊ 2 പ്ലസ് 3 ഈക്വൽ ടു 5. ക്ലിയർ ആണ്. അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് മുകളിലെ സെക്ഷൻ ഫുള്ള് ചെയ്തപ്പോ എത്ര കിട്ടി, ഈ മുകളിലെ ഫുൾ സെക്ഷൻ ചെയ്തപ്പോ 5 ഓം. 5 ഓം. ഈ 3 റെസിസ്റ്റൻസ് കണ്ടോ, ഈ 3 റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, സീരീസ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് അതെന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പൊ താഴത്തെ റെസിസ്റ്റൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. നമ്മൾ ഈ താഴത്തെയാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 2 പ്ലസ് 1 പ്ലസ് 4 ഈക്വൽ ടു 4 5 5 2 7 ഓം. അപ്പൊ നോക്കിയേ, നമുക്ക് ഈ സെക്ഷൻ 7 ഓം കിട്ടി, ഈ സെക്ഷൻ 5 ഓം കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ രണ്ട് സെക്ഷൻ തമ്മിൽ എങ്ങനെ കണക്ഷൻ ചെയ്തിരിക്കുന്നത്, പാരലൽ ആയിട്ട്. അപ്പൊ നമുക്കൊന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. മുകളിലെ സെക്ഷൻ എത്രയാണ്, നമുക്ക് എത്ര കിട്ടി, 5 ഓം. ഇത് രണ്ടും പാരലൽ ആയിട്ടാണ് കണക്ഷൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇത് എത്ര കിട്ടി, 7 ഓം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് കണക്ട് ചെയ്യാം. എത്രയാണ്, 8 ഓം. ഇവിടെ 2 പാരലൽ. ഇത് 5 ഓം, ഇത് എത്രയാണ്, 5 ഓം. ക്ലിയർ ആയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്ത് സിമ്പിൾ ആക്കി എന്ത് ചെയ്യാം, മാറ്റി. ഓരോ സ്റ്റെപ്പിലും സിമ്പിൾ ആക്കി കൊണ്ടുവരണം. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചെയ്യാം. 5 ഉം 7. അപ്പൊ ഫോർമുല ഉപയോഗിക്കാം. 5 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 7. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 2.9. അപ്പൊ നമുക്ക് ഫൈനൽ റെസിസ്റ്റൻസ് 2.9
9 1. ഇവിടെ 3t 8 4. ഇവിടെ 3t. ഇവിടെ ഓൾറെഡി നമുക്കറിയാം സെയിം വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരേ വാല്യൂ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമെങ്കിൽ ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പൊ 3t 2.5 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാം, ഈ മൂന്നും തമ്മിൽ എങ്ങനെ കണക്ഷൻ ചെയ്തിരിക്കുന്നത് സീരീസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, R1 പ്ലസ് R2 പ്ലസ് R3. അപ്പൊ ഇത് മൂന്നും കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ 2.91 പ്ലസ് 8 ohm പ്ലസ് 2.5. അപ്പൊ നോക്കിയേ, 2.91 പ്ലസ് 8 plus 2.5 equal to 13.41 ഓം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. എത്ര കിട്ടി, 13.41. അപ്പൊ നമ്മൾ RT കണ്ടുപിടിച്ചോ, RT equal to 30.5. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട്, ടോട്ടൽ കറണ്ട് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം. I equal to എന്ത് ചെയ്യാം, V/R ഉപയോഗിച്ച്. നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് 13.41. അപ്പൊ നമുക്കറിയാം ടോട്ടൽ കറണ്ട് IT ഈക്വൽ ടു V/R. V എത്രയാണ്, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 200. അപ്പൊ 200 വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 13.41. അപ്പൊ നോക്കിയേ, 200 ഡിവൈഡഡ് ബൈ 13.41 ഈക്വൽ ടു എത്ര കിട്ടി, 14.91 ആംപിയർ. അപ്പോൾ ടോട്ടൽ കറണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതായത് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 14.91 ആംപിയർ കിട്ടിയോ. അപ്പൊ 14.91 ആംപിയർ ആണ് എന്ത് ചെയ്യുക, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്. ഓക്കെ, ഇനി നമുക്ക് കറണ്ടുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നോക്കിയേ, 14.91 ആംപിയർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലെ. ഇതിലൂടെ വരുന്ന കറണ്ട് ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും, ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. അത് നമുക്ക് എത്രയാണെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ കറണ്ട് ഇതിലൂടെ വന്ന് വീണ്ടും ജോയിൻ ചെയ്യും അല്ലെ. ജോയിൻ ചെയ്തിട്ട് ഈ 8 ഓം റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി 8 ഓമിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, IT ആണ്. എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ കറണ്ട് ആണ്. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് എത്രയാണ്, 14.91 ആംപിയർ ആണ് അല്ലെ. കാരണം ഒറ്റ പാത്തുള്ളൂ, ഇവിടുന്ന് വരുന്നത് ജോയിന്റ് ചെയ്ത് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. എന്ന് വെച്ചാൽ ടോട്ടൽ കറണ്ട് 8 ഓമിലൂടെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു എന്താണ്, 14.91 ആംപിയർ ആണ് എന്ത് ചെയ്യുക, 8 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യാം, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കാരണം എന്താ, കറണ്ട് തന്നിട്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആവും, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആവും, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആവും. അപ്പൊ 3 വോൾട്ടേജ് ആണ്, V1 V2 V3. അപ്പൊ ശ്രദ്ധിക്കാം, 3 വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്താൽ കറണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് V2 നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാം, ഈ ഫോമിലൂടെ കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, അപ്പൊ V2 അങ്ങനെ കണ്ടുപിടിക്കാം. V ഈക്വൽ ടു I ഇൻറ്റു R. I എത്ര, 14.91 ഇൻറ്റു 8 ഈക്വൽ ടു 119.28. അപ്പൊ ഇവിടുത്തെ 119.28 ക്ലിയർ ആയോ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, 8 ഓമിന്റെ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, നമ്മൾ ഈ ഒരു സെക്ഷൻ കണ്ടോ, ഇത് ഓൾറെഡി എന്ത് ചെയ്തു, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്, നേരത്തെ ചെയ്തു വെച്ചതാണ്. ഇത് 2.91, ഇത് 8 ഓം, ഇത് 2.5 ഓം അല്ലെ. ഇതിന് അക്രോസ് ഉള്ളതാണ് V2, ഇതിന് അക്രോസ് ഉള്ളതാണ് V1, ഇതിന് അക്രോസ് ഉള്ളതാണ് V3. അപ്പൊ നോക്കിയേ, അതായത് ഇത് രണ്ടും കൂടി സോൾവ് ചെയ്ത് കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് ഇത്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ഇതിന് അക്രോസ് ഉണ്ട്, ക്ലിയർ ആണ്. അതുപോലെ ഈ സെക്ഷൻ മൊത്തം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2.91 കിട്ടും, അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്.
അപ്പൊ ഈ ഒരു വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചത് 119.28. ഓക്കെ, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താ? സെയിം കറണ്ട് ആണ് അല്ലെ. ഇത് മൊത്തം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കറണ്ട് എന്ത് ചെയ്യും? ഇതിന് അക്രോസ് ഫ്ലോ ചെയ്യും. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഐ ഈക്വൽ ടു ഐ അറിയാം, വി ആണ് കണ്ടുപിടിക്കുക. അപ്പൊ വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഐ എന്ന് പറഞ്ഞാൽ എത്രയാ? 14.91 ഇൻറ്റു റെസിസ്റ്റൻസ് 2.5 ഈക്വൽ ടു എത്ര കിട്ടി? 37.27 കണ്ടുപിടിച്ചോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 37.27 വോൾട്ടേജ് ആണ് ഇത്. അപ്പൊ ഇനി നമുക്ക് V1 വേണമെങ്കിൽ കണ്ടുപിടിക്കാം. V1 എങ്ങനെ കണ്ടുപിടിക്കാം? 200 നിന്ന് ഈ 2 വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കും എന്ത് ചെയ്യും? ഇവിടെ കിട്ടുക. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫോർമുല ഉപയോഗിച്ച് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ആഡ് ചെയ്ത് ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇപ്പൊ കറണ്ട് വഴി തന്നെ ചെയ്യാൻ പോകും. ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 14.91 ഇൻറ്റു 2.91 ഈക്വൽ ടു 43. അപ്പോൾ 43.38. അപ്പൊ നമുക്ക് കറണ്ട് എത്ര കിട്ടി? 43 വോൾട്ടേജ് V1 43.38. ക്ലിയർ ആണ്. അപ്പൊ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് എന്ത് ചെയ്യും? അപ്രോക്സിമേറ്റ്ലി 200 കിട്ടണം. ചിലപ്പോൾ ചില വേരിയേഷൻസ് വരാം, അത് കുഴപ്പമില്ല. അപ്പൊ 43.38. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3 സെക്ഷനിലും വോൾട്ടേജ് കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എത്ര വോൾട്ടേജ്? 37.27 അല്ലെ. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇവിടെ കിട്ടി. ഇത് 119.27, ഇത് 43.38 എന്ന് വെച്ചാൽ ഈ സെക്ഷനിലുള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചു അല്ലെ. ഇനി നോക്കുക, ഇത് രണ്ടും സെയിം പാരലാണ് അല്ലെ. അപ്പൊ ഇവിടെയും കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? സെയിം വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ 5 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആക്ച്വലി ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആണ്. കാരണം റെസിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് സെയിം കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യാം? മുകളിലൂടെയും ഫ്ലോ ചെയ്യാം, താഴിലൂടെയും ഫ്ലോ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാം. ഐ ഈക്വൽ ടു വി ബൈ ആർ. വി എത്രയാ? 37.27 ഡിവൈഡഡ് ബൈ 5 അല്ലെ. ഐ ഈക്വൽ ടു വി ബൈ ആർ ഈക്വൽ ടു എത്ര? 7.4. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 7.4. ഇതേ കറണ്ട് ആയിരിക്കും 7.45 കേട്ടോ. 7.45. അപ്പൊ ഇതേ കറണ്ട് തന്നെ ആയിരിക്കും ഇവിടെ. അപ്പൊ ഇവിടെയും 7.45. മനസ്സിലായോ? അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 7.45, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 7.45. അപ്പൊ സെയിം കറണ്ട് എന്ത് ചെയ്തു? ഫ്ലോ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ സെക്ഷൻ കണ്ടുപിടിച്ചു. ഈ ഒരു 8 ഓമിന്റെ കണ്ടുപിടിച്ചു, 5 ഓമിന്റെ കണ്ടുപിടിച്ചു, ഈ 5 ഓമിന്റെ കണ്ടുപിടിച്ചു. അപ്പൊ ഈ സെക്ഷൻ കംപ്ലീറ്റ്. ഇനി നമുക്ക് ഈ സെക്ഷനിലേക്ക് പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടം വരെ കറണ്ട് എത്തി അല്ലെ. ഓക്കെ, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കിട്ടി. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്കറിയാം. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് ഐ ഈക്വൽ ടു എന്താ? വി ബൈ ആർ. അപ്പൊ വി 43.38 ഡിവൈഡഡ് ബൈ 3 റെസിസ്റ്റൻസ് കൂടി എന്ത് ചെയ്യാം? സീരീസ് ആയിട്ട് ആഡ് ചെയ്തതിന് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ആ റെസിസ്റ്റൻസ് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. അപ്പൊ നോക്കിയേ, 2 + 1 4 7 അല്ലെ. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. എത്ര കിട്ടി? ഈ റെസിസ്റ്റൻസ് 7 ഓം. ഇതിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് 43.38 അല്ലെ. അപ്പൊ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഐ ഈക്വൽ ടു വി ബൈ ആർ. ഓക്കെ, അപ്പൊ വി എന്ന് പറഞ്ഞാൽ 43.38 ഡിവൈഡഡ് ബൈ കറണ്ട് റെസിസ്റ്റൻസ് 7. അപ്പൊ നോക്കിയേ, 43.38 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു എത്ര കിട്ടി? 6.1 ആംപിയർ. അപ്പൊ നമുക്ക് കിട്ടിയ കറണ്ട് 6.1 ആംപിയർ. അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 6.1 ആംപിയർ. ഇതിലെല്ലാം എന്തായിരിക്കും? സെയിം കറണ്ട്, കാരണം അത് കണക്ട് ചെയ്തിരിക്കുന്ന സീരീസ് ആണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തു 6.1. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇവിടെ നിന്ന് 14.91 ആംപിയർ വന്നു അല്ലെ. അതിൽ നിന്ന് 6.1 ആംപിയർ താഴത്തേക്ക് പോയി. അപ്പൊ ബാക്കി എത്രയായിരിക്കും? ഈ കറണ്ടിന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് ഇതില്ലേ. അപ്പൊ നോക്കിയേ, 14.91 മൈനസ് 6.1 ചെയ്ത് കഴിഞ്ഞാൽ 8.7.
അപ്പൊ ഇവിടുത്തെ കറണ്ട് കിട്ടി 8.71. ക്ലിയർ ആയി? അപ്പോ ഈ എൻഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര കിട്ടി? 8.71. ഈ കറണ്ട് എന്ത് ചെയ്യും? ഇതിലൂടെ ഫ്ലോ ചെയ്യും. എന്ന് വെച്ചാൽ ഈ 2 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 8.71 ആംപിയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും അല്ലെ? അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് അറിയണം. വോൾട്ടേജ് അറിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുള്ളൂ? കറണ്ട് കണ്ടുപിടിക്കാൻ. പക്ഷെ നമുക്ക് ഇതിന് അക്രോസ് കിട്ടുന്നത് 43.38 ആണ്. ഇവിടെ സം വോൾട്ടേജ് എന്ത് ചെയ്യും? ഡ്രോപ്പ് ആയി. ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആവും. അത് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടുക. അതായത് ഇത് രണ്ടിനും കിട്ടുന്ന വോൾട്ടേജ്, ഇത് V1 എന്ന് കൊടുക്കുക, ഇത് V2 എന്ന് പറയും. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് അറിയാം. 8.7 റെസിസ്റ്റൻസ് അറിയാം അല്ലെ? അപ്പൊ I = നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? V = എന്താ? I × R. ഇവിടുത്തെ V കണ്ടുപിടിക്കാം. V = I × R. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.71 ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് 2. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 17.42. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചു. അതാണ് 17.42 വോൾട്ടേജ് എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പൊ 43.38 വോൾട്ടേജ് കൊടുത്തു. 17.42 വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആയി. ബാക്കി കിട്ടുന്ന വോൾട്ടേജ് ആണ് ഇതിന് അക്രോസ് വരിക അല്ലെ? അപ്പൊ നോക്കിയേ, 43.38 മൈനസ് 17.42 കുറച്ച് കഴിഞ്ഞാൽ 25.96. ക്ലിയർ ആയോ? അപ്പൊ ഇതിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് 25.96. ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇതേ വോൾട്ടേജ് തന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ക്ലിയർ ആയോ? അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. കാരണം റെസിസ്റ്റൻസ് അറിയാം, വോൾട്ടേജ് അറിയാം. അപ്പൊ നോക്കിയേ, I = V/R. V എന്ന് പറഞ്ഞാൽ 25.96 ഡിവൈഡഡ് ബൈ R ഈക്വൽ ടു എത്ര കിട്ടി? 4.3 ആംപിയർ. ക്ലിയർ ആണ്? അപ്പൊ 8.71 ആംപിയർ ഇതിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഫ്ലോ ചെയ്യുന്നത് 4.3 ആംപിയർ. ബാക്കിയായിരിക്കും എന്ത് ചെയ്യുക? മുകളിലേക്ക് ഫ്ലോ ചെയ്യും. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. 4 + 2 = 6 സെയിം ആണ് അല്ലെ? സെയിം കറണ്ട്, സെയിം റെസിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ആറിന്റെയും ഇത് സെയിം ആണ്. അതുകൊണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പൊ 4.3 തന്നെ ആയിരിക്കും. 4 4 8 3 6. ശരിയാണ്, കറക്റ്റ് ആയോ? ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഈ കറണ്ട്. അപ്പൊ നമ്മൾ ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 6 ആയി. അതുകൊണ്ട് ഇതേ ലൈൻ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? മുകളിലേക്ക് ഫ്ലോ ചെയ്യുക. അപ്പൊ നമ്മൾ എല്ലാ സെക്ഷനിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പൊ നോക്കിയാൽ 14.91 ആംപിയർ ഇവിടെ എത്തി. ഇവിടെ നിന്ന് താഴത്തേക്ക് ഒഴുകുന്ന കറണ്ട് 6.1 ആംപിയർ. ഇതിൽ നിന്ന് 6.1 കുറച്ച് കഴിഞ്ഞാൽ 8.71 ആംപിയർ ആവും. അത് ഉപയോഗിച്ച് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടി. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് വെച്ചാൽ 43.38 നിന്ന് ഈ വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ 25.96 നമുക്ക് വോൾട്ടേജ് കിട്ടി. ഈ വോൾട്ടേജും റെസിസ്റ്റൻസും ഉപയോഗിച്ച് താഴത്തേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് കിട്ടി. ഈ കറണ്ടിൽ നിന്ന്, അതായത് 8.71 കറണ്ടിൽ നിന്ന് 4.3 കുറച്ച് കഴിഞ്ഞാൽ 4.3 തന്നെയാണ്. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ സെയിം റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഈ ആംപിയർ കിട്ടി. ഇനി ഇവിടുത്തെ അതുപോലെ എന്ത് ചെയ്തു? നമ്മൾ കണ്ടുപിടിച്ച് ടോട്ടൽ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ 43.38 ചെയ്യുമ്പോൾ നമുക്ക് 6.1 ആംപിയർ കിട്ടി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ വീണ്ടും 14.91 ആംപിയർ ആയി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം 8 ഓമും 14.91 ആംപിയർ ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് V = I × R ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഇതിന് അക്രോസ് വോൾട്ടേജ് കിട്ടി. അതാണ് 119.28. അതിനുശേഷം എന്ത് ചെയ്തു? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കാം. കാരണം ഇത് 43, ഇത് 118, അതുപോലെ ഇതെന്ത് ചെയ്യാം? 37.21 ആയിരിക്കും. കാരണം ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 37.27 വോൾട്ടേജ് ആണ്. ഈ വോൾട്ടേജ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ഇവിടുത്തെ കറണ്ട് എന്ത് ചെയ്തു? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യുന്നത്. ഇത് ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. അതായത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ സർക്യൂട്ട് ആദ്യം എന്ത് ചെയ്യുക? ചെറുതാക്കി കൊണ്ടുവരാം. ഓരോ സെക്ഷൻ സോൾവ് ചെയ്ത് കൊണ്ടുവന്നാലേ നമുക്ക് ഇത് എന്ത് ചെയ്യുള്ളൂ? ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് വേണം ഇത് സോൾവ് ചെയ്യാൻ.
അപ്പൊ ഇതുപോലെ ഒരു 2-3 പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രോബ്ലം വേണമെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യും, വളരെ എളുപ്പമാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നമ്മൾ സോൾവ് ചെയ്ത ആൻസർ.